വളരെ രുചികരവും വ്യത്യസ്ത കോമ്പിനേഷനുള്ള ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പം ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങുന്ന സമയത്ത് തൊലിയൊന്ന് മാന്തി നോക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ കളറ് പർപ്പിൾ കളറായിട്ട് തന്നെ ആണെങ്കിൽ അത് നമ്മൾ കറി വെക്കുകയോ തോരൻ വെക്കുകയോ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ ആ തൊലി ഒന്ന് മാറ്റി നോക്കുമ്പോൾ വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നതെങ്കിൽ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ എന്ത് വെച്ചാലും അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീട്രൂട്ടിൻ്റെ തൊലി പീല് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്യാരറ്റിൻ്റെയും തൊലി പീല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി പീല് ചെയ്തിട്ട് അതൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് ബീട്രൂട്ടിൻ്റെ 2 സൈഡും ഒന്ന് മുറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനായിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടിക്ക് നല്ല എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ബീട്രൂട്ടിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന്. ഇപ്പോൾ HB ഒക്കെ കുറവുള്ളവർക്ക് ഇത് കഴിച്ചാൽ HB ഒക്കെ കൂടുന്നതാണ്. അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ് ബീട്രൂട്ട്. അപ്പോൾ നമ്മുടെ നിത്യേനയുള്ള ഫുഡ് ഇതിനകത്ത് ഇത് ഉൾപ്പെടുത്തണം. അതേപോലെ ക്യാരറ്റും എല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് നീളത്തിൽ തന്നെ മുറിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം ഒരു 4 സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ഓയിലും ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചിട്ട് ഇടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മതി. അതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അങ്ങ് മൂത്ത് പോകണ്ട. അപ്പോഴേക്കും ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു. ഒന്ന് മിക്സാക്കി അതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച മണം ഒന്ന് മാറണം. സാധാരണ നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഉള്ള ഒരു കോമ്പിനേഷനിൽ നമ്മൾ മെഴുക്കുവരട്ടി ഒന്നും വെക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നീട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുന്നുണ്ട്. അതുപോലെ ക്യാരറ്റും സവാള ഇട്ട് കൊടുക്കുന്നു. ഇപ്പോഴ് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തല്ലിപ്പൊത്തി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഈ ആവിയിൽ വേവിക്കുന്നുണ്ട്.
ഗ്യാസ് സിമ്മയിലായിരിക്കണം, വളരെ സിമ്മയിലായി തന്നെ ആയിരിക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിൽ നിന്ന് ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളം കൊണ്ടാണ്, ആ ആവിയിലിരുന്നാണ് ഇത് വേവേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തീ കൂട്ടി വെക്കരുത്, ഗ്യാസ് സിമ്മേ തന്നെ ആയിരിക്കണം. ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും നമ്മൾ അങ്ങനെ മെഴുക്കുവരട്ടി വെക്കാറില്ല. ഒരു മധുരം കാരണം നമ്മൾ അങ്ങനെ വെക്കാറില്ല. പക്ഷേ ഈ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, ഇത് തന്നെ മാത്രം മതി ചോറിനാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി തന്നെയാണിത്. അത് കഴിഞ്ഞ് എല്ലാം നന്നായി ഒന്ന് ഇളകിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേന് നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിരുന്നു, പിന്നെ ഞാൻ അതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂണോളം പൊടിച്ച കുരുമുളക്, തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ആ സമയത്ത് ഗ്യാസ് ഒന്ന് തീ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൊരിച്ചെടുക്കാനായിട്ട് ഒന്ന് തീ കൂട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റോളം കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കുന്നു. എന്നിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ആ വെളുത്തുള്ളിയുടെയും കുരുമുളകും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇത് മാത്രം മതി പിന്നെ ചോറിന്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോഴേ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.